ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധം? എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി എന്തിനിങ്ങനെ സ്വയം നശിക്കുന്നു? നശിക്കുകയാണെന്ന് എനിക്ക് തോന്നണില്ല. ശരിയെന്ന് തോന്നണാണ് ഞാൻ ചെയ്യണത്. തോറ്റുകൊടുത്ത് ശീലവുമില്ല. പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. പ്രതീക്ഷിക്കണ പോലെ അല്ലല്ലോ സംഭവിക്കണത്. സീതാലക്ഷ്മി. അതെ, ഞാൻ രഘുവിന്റെ ഏട്ടത്തിയാണ്, ഏട്ടന്റെ ഭാര്യ. മാപ്പർഹിക്കാത്ത തെറ്റാണ് എന്റെ ഭർത്താവ് ചെയ്തത്. എന്ത് പ്രായശ്ചിത്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏടത്തിയമ്മ എല്ലാം അറിഞ്ഞുവല്ലേ? പറയൂ. എന്റെ കുടുംബം തകരാത്തത് എന്തും ആവശ്യപ്പെടാം. വെറും വാക്ക് പറയരുത്. നശിച്ചുപോയ എന്റെ മാനം, നഷ്ടപ്പെട്ട എന്റെ ജീവിതം, ഇതൊക്കെ തിരിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ മിണ്ടാത്തെ? തിരിച്ചു തരാൻ കഴിയുമോ? പിന്നെന്താ, എനിക്ക് പ്രതിഫലം തരാൻ വന്നാണോ? നിങ്ങക്ക് പണമുണ്ട്, അന്തസ്സുണ്ട്, സ്വാധീനമുണ്ട്. ഞാൻ ആരോരും ഇല്ലാത്തൊരു പാവപ്പെട്ടവളാണ്. ദയവ് ചെയ്ത് ദയ ഔദാര്യം കാട്ടി പരിഹസിക്കരുത്. എങ്കിൽ ഇനി എനിക്ക് ഇവനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഭർത്താവിന് വേണ്ടി വക്കാലത്തുമായിട്ട് വന്നിരിക്കുകയാണോ? എനിക്ക് മനസ്സിലാവണില്ല. ഏടത്തി ഒരു പെണ്ണല്ലേ? ഏട്ടത്തി വെറും പെണ്ണ് മാത്രമല്ല, ഭാര്യയാണ്, അമ്മയാണ്. എന്റെ ഭർത്താവിന്റെ തെറ്റ് എന്റെയും തെറ്റാണ്. മാനക്കേട് എന്റെയും മാനക്കേടാണ്. എനിക്ക് എന്റെ കുടുംബത്തിന്റെയും ഭർത്താവിന്റെയും മാനം കാക്കണം. ഭർത്താവ് ചെയ്ത തെറ്റിന് ആര് പരിഹാരം കാണും? ആ ബാധ്യത ഏട്ടത്തിക്കില്ലേ? നമ്മുടെ കുടുംബത്തിനില്ലേ? എനിക്കറിയില്ല. പക്ഷെ നീ ഏട്ടനെതിരെ നിൽക്കരുത്. കണ്ണിൽ വീണ കരട് പോലെ സീതാലക്ഷ്മി നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത്. അവളെ ഒഴിവാക്കണം. ഒഴിവാക്കിയേ പറ്റൂ. സാധ്യമല്ല, സാധ്യമല്ല, ഇനി അത് സാധ്യമല്ല. ഒഴിവാക്കി മദ്രാസിന് തിരിച്ചയക്കാനെന്നാണ് ഞാൻ. അന്ന് അവളെ അറസ്റ്റ് ചെയ്യിച്ചു, അഭിസാരികയാക്കാൻ ശ്രമിച്ചു, ഇന്നലെ രാത്രി കൊല്ലാൻ ശ്രമിച്ചു. ഇനിയും ഞാൻ ക്ഷമിക്കണോ? ഇല്ല, അത്ര സാത്വികനൊന്നുമല്ല ഞാൻ. അടുത്ത ബുധനാഴ്ച കോടതിയിൽ ഞാൻ കുറ്റപത്രം സമർപ്പിക്കും. സ്വന്തം ചോരയോടാണ് നീ പക വീട്ടുന്നത്. ഏട്ടത്തിയും മക്കളെ അമ്മയും നീ ആലോചിക്കുന്നുണ്ടോ? ഏതോ ഒരു പെണ്ണിന് വേണ്ടി നമ്മുടെ സുഖവും സമാധാനവും ജീവിതവും നീ നശിപ്പിക്കരുത്. ഈ സുഖവും സമാധാനവും ജീവിതവും നമുക്ക് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ല. ഇത്ര സെൽഫിഷ് ആവാൻ കഴിയണല്ലോ ഏട്ടത്തിക്ക്. ഏട്ടത്തിക്ക് വലുത് ഭർത്താവും മക്കളുമാണ്. അവരെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഞാൻ യാചിക്കുന്നത്. നോ, സീതയുടെ കണ്ണീരിനേക്കാൾ വിലയുള്ളതായി എനിക്ക് തോന്നുന്നില്ല ഈ കണ്ണീര്. ശരി, ഇനി നിന്നെ ഞാൻ തടയണില്ല. ഒരു കാര്യം കേട്ടോളൂ. നീ കുറ്റപത്രം സമർപ്പിക്കുമ്പോ ഏട്ടനും ഏട്ടത്തിയും മക്കളും ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. സത്യം, ഞങ്ങളത് ചെയ്യും. ഒരു ഭാര്യയുടെ, ഒരമ്മയുടെ നിശ്ചയാണ് സത്യം. നിന്റെ ഇഷ്ടം നടക്കട്ടെ. ആ പെണ്ണിന്റെ കണ്ണീരിന് മുന്നിൽ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് എന്ത് വില? വാശി നടക്കട്ടെ. വേണമെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടുപടിക്കൽ ഒരു സമരം കൂടി തുടങ്ങ. അമ്മയും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിയട്ടെ. അങ്ങനെ തെറ്റുകളൊക്കെ തിരുത്തപ്പെടട്ടെ.
രഘു പെണ്ണെ കൊണ്ടുവന്നിരിക്കണു. അമ്മ അമ്മയോട് പറഞ്ഞില്ല. ഏടത്തിയമ്മ ഭയപ്പെടണ്ട. ഏടത്തിയമ്മയുടെയും മക്കളുടെയും സുഖത്തിനും സമാധാനത്തിനും ഞാൻ എതിര് നിൽക്കില്ല. എല്ലാ പാപഭാരവും രഘു ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ആരോരുമില്ലാത്ത ഇവളെ തെരുവിലേക്ക് ഇറക്കിവിടാൻ മനസ്സ് സമ്മതിച്ചില്ല. ഏട്ടത്തിയമ്മ എന്തിനാ കരയണേ? ഏട്ടന്റെ സൽപ്പേര് നിലനിൽക്കണ്ടേ? കുടുംബത്തിന്റെ സൽപ്പേര് നിലനിൽക്കണ്ടേ? മക്കളുടെ ഭാവി ഓർക്കണ്ടേ? എനിക്കാണെങ്കിൽ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു പുണ്യം ചെയ്തു എന്നേ തോന്നണല്ലോ. ശപിക്കരുതമ്മേ. ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇതായിരുന്നു നിന്റെ ഇഷ്ടമെങ്കിൽ നമ്മുടെ ആഘോഷമായിട്ട് നടത്തില്ലായിരുന്നോടാ. ആഘോഷങ്ങളിലൊക്കെ എന്തർത്ഥം? രവിയേട്ടൻ ചെന്ന് അമ്മയെ ആശ്വസിപ്പിക്കും. ചെല്ല്. ഏട്ടൻ ഏട്ടത്തി ഒരു നിർബന്ധം കൂടി പിടിക്കുകയാണ്. ഏട്ടന്റെ മുന്നിലേക്ക് സീതയും കൊണ്ട് നീ ചെല്ലരുത്. പക്ഷേ കാണാതെ എനിക്ക് കണ്ടേ പറ്റൂ. ഞാൻ യാചിക്കുകയാണ്. കുറ്റബോധത്തിന്റെ ഉമിത്തിയിൽ നീറുകയാണ് ഏട്ടൻ. ഇനി ശിക്ഷിക്കരുത്. ഈ കാരുണ്യം കൂടി നീ എന്നോട് കാട്ടണം. പേടിക്കണ്ട, അവൻ വരില്ല. ആ വാക്ക് ഞാൻ നേടി. അവളോടൊത്ത് അവൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ല. ഇനി എന്ത് വരമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നേടേണ്ടത്? പറയൂ, ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ഇനി എന്തെല്ലാം കാരുണ്യങ്ങളാണ് നേടേണ്ടത്?